ഇന്ന് നമുക്ക് പ്രോൺസിൻ്റെ ഒരു കപ്സ ഉണ്ടാക്കാം. ഷെഷ്വാൻ സോസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ പ്രോൺസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ സ്റ്റോക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. കപ്സ റൈസിലേക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വേവിച്ച വെള്ളം നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കൊഞ്ച് വേവുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം എടുത്ത്, അടികട്ടിയുള്ള പാത്രമായിരിക്കണം. അതിലേക്ക് സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് എന്നിവ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ കപ്സ ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 ഉള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ഞാനിവിടെ റൗണ്ടായിട്ടാണ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. ഞാനിവിടെ കൊഞ്ചിൻ്റെ വെള്ളം ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരി ഇതിലിട്ടിട്ടല്ലേ വേവിക്കാൻ, അപ്പം അളവ് നോക്കണം. വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ കൊഞ്ച് വെന്ത വെള്ളം ഒരു ഗ്ലാസ്സിലാണ് ഒരു 3/4 ഗ്ലാസ്സോളം അതുണ്ടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അതായത് ഞാൻ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം. നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിന് ശേഷം ഷെഷ്വാൻ സോസ് 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതിൽ 1 സ്പൂണേ കാണിക്കുന്നുള്ളൂ, 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. പിന്നെ കൊഞ്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് അത് വെള്ളം വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കൊഞ്ചൊന്ന് നല്ലോണം ഫ്രൈ ചെയ്ത്, വെള്ളം തിളക്കുമ്പോഴത്തേക്കും വെള്ളം തിളക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം വെന്ത് കഴിഞ്ഞാൽ ആവശ്യത്തിലുള്ള ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൊഞ്ചം വേവുമ്പോൾ ഉപ്പിടുന്നുണ്ട്, ആ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് ശ്രദ്ധിച്ചിടുക. ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ കൊഞ്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ കൊഞ്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. കാരണം കൊഞ്ച് മാത്രമാകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനപ്പുറം കുറച്ച് വെജിറ്റബിൾസും കൂടി ആകുമ്പോൾ ടേസ്റ്റ് വരും. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസായ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, പിന്നെ ക്യാപ്സിക്കാണ്. അതൊന്ന് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒരുവിധം വെന്ത് വരുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. അതൊരു സ്പൂൺ തന്നെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഓക്കെ, നമ്മളെ വെജിറ്റബിൾസ് ഒരുവിധം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊഞ്ചനാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ 2-3 പിന്നെ ഇത് മുളകും അങ്ങനെ ഇടുന്നുണ്ട്. ഒന്നും കീറൊന്നും വേണ്ട. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഈ വെജിറ്റബിൾസിലും കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇത് അരി വെന്ത് വരുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളമുള്ള ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ബാക്കി വെജിറ്റബിൾസ് അതിൽ നിന്ന് വെന്തോളും. ഓക്കെ, കുറച്ച് വെള്ളം, കുറേ വെള്ളമുള്ള ടൈമിലല്ല, ഏകദേശം വറ്റാനാവുന്ന ടൈമിലാണ് നമ്മൾ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി വേവ് അതിൽ നിന്ന് വെന്തോളും. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്കുക. അധികം വെള്ളമൊന്നുമില്ല. നമ്മൾ ഈ നൂഡിൽസ് എല്ലാം ആക്കുമ്പോൾ കുറച്ചൊരു വെള്ളമില്ല, അതുപോലത്തെ വെള്ളമുള്ള ടൈമിലാണ് നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അധികം വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസ് എല്ലാം നന്നായി അടിഞ്ഞു പോകും. അധികം അടിയേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഇടുന്നില്ല. പിന്നെ ഞാൻ 2 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കപ്സൻ്റെ മസാല എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനൊരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിൽ ഏകദേശം വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം അതിൽ കിടന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കൊഞ്ച് പൊരിച്ചതും ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാട് കൊഞ്ചൊന്നും ഇടുന്നത്, ഇത് കുറച്ച് വലിയ കൊഞ്ചനായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇടുന്നില്ല. കുറച്ച് കൊഞ്ചം മാത്രം എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കൊഞ്ചിൻ്റെ ഉള്ള ടേസ്റ്റ് ഓവറായി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് അധികം കുത്തുന്ന പോലെ ആവുമ്പോൾ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കൊഞ്ചം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ കൊഞ്ച് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷെഷ്വാൻ സോസ് ഒഴിച്ചിട്ടുള്ള കൊഞ്ച് കബ്സ. ഓക്കെ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. ഇത് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് മുകളിലേക്ക് മല്ലിയിലയും കൂടി വിതറി നമുക്ക് നല്ലോണം വിളമ്പാവുന്നതാണ്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടവും ആവും. ഓക്കെ.